ഒരു രീതിയിലും കുട്ടികൾക്ക് മാതൃക എന്നല്ല, നിഴല് പോലും അടിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു സ്ത്രീയാണ് രേണുസുതി. അവരെ കണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടികൾ വളരാൻ പാടില്ല. ഇത് ആരാണ് എന്ന് പോലും കുട്ടികൾ ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. അതുകൊണ്ട് അവരെ റൂമിൽ അടച്ചിട്ടിട്ട് വന്നിരുന്ന് വീഡിയോ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് ഉചിതം. രേണുസുതിന്റെ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനും അതുമായിട്ടനുബന്ധിച്ച ചേച്ചിയുടെ ലൈവുമാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഇന്നത്തെ അല്ല, ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ചേച്ചിയെ ലൈംലൈറ്റ് നിർത്തിക്കൊണ്ടിരിക്കുന്ന സാധനം അതാണ്. നിങ്ങൾക്കറിയാമല്ലോ സുഹൃത്തുക്കളെ, ചേച്ചി ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. എക്സ്ക്ലൂസീവ് കണ്ടന്റ് പൈസ മേടിച്ചിട്ട് പരിപാടി നടത്തുന്ന പരിപാടി. ഓക്കെ, സൂപ്പർ താരങ്ങൾ പ്രതിഫലം കൂട്ടുന്നു എന്ന് എല്ലാവർക്കും പരാതിയാണല്ലോ. ഇത് പറയുന്നവന്മാര് വിചാരിച്ചാൽ ഇറ്റാലിയൻ മാർബിളിന്റെയും സ്കോച്ച് വിസ്കിയുടെയും വില കുറയ്ക്കാൻ പറ്റുമോ? അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഞരമ്പന്മാരുടെ കുത്തൊഴുക്കുണ്ടായിരുന്നു. അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചേച്ചി പലതരത്തിലുള്ള കുൽസിത പരിപാടികളും ഫോട്ടോസ് വീഡിയോസ് അടക്കം അതിനകത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവളുടെ മുഖത്ത് മാത്രം നോക്കിയിട്ടില്ല. ഇപ്പോൾ ചേച്ചി ഈ ഞരമ്പൻ കുഞ്ഞുങ്ങളെ ലൈവിൽ വന്നാണ് പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ ലൈവ് കണ്ടു കഴിഞ്ഞാൽ പട്ടി പോലും വെള്ളം കുടിക്കത്തില്ല. പക്ഷെ ഞരമ്പൻ കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമില്ല ഗൈസ്. അതിനകത്ത് ചേച്ചിയുടെ നോക്കിയിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. ദൈവം കണ്ടു കഴിഞ്ഞാൽ ഓക്കാനിക്കാൻ തോന്നും. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ സ്റ്റേ അവേ ഫ്രം ദിസ് വീഡിയോ, നിങ്ങൾക്കുള്ളതല്ല. ഓക്കെ, ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഇമാതിരി അപരാധത്തിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. എന്നും കരുതി ഞാൻ ഇത് സമൂഹത്തിനെ നന്നാക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ഒന്നും അല്ല. കുറെ റിക്വസ്റ്റ് വരുന്നു, ചേട്ടാ രേണുസുതിയുടെ വീഡിയോ ചെയ്യ്, ചേട്ടാ രേണുസുതിയുടെ വീഡിയോ ചെയ്യ്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ രേണുസുതിയെ 4 പറയുന്നത് കാണുമ്പോൾ നിങ്ങൾക്കും ഒരു സന്തോഷം, എനിക്കും ഒരു സമാധാനം. ഇത്രയും മാത്രം ഇതിനകത്ത് കണ്ടാൽ മതി. ദിസ് ഈസ് എ റോസ്റ്റ് വീഡിയോ ഗൈസ്. ഇതുപോലുള്ള പച്ച അപരാധങ്ങളെ പിടിച്ചു വെച്ച് റോസ്റ്റ് ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ലേ? അതാണ് എന്റെ സാറ്റിസ്ഫാക്ഷൻ. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പരിപാടിയിലോട്ടൊന്ന് തുടങ്ങാം. റീസെന്റ് ആയിട്ട് ചേച്ചിയുടെ വൈറലായ ലീക്കായ ലൈവ്. റൂൾ നമ്പർ 1, ഇമാതിരി ലൈവ് വരുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. എന്നാലേ പൈസ കൊടുത്ത് കയറുന്ന ഞരമ്പൻ കുഞ്ഞുങ്ങൾക്ക് കണ്ണിനും കുളിർമ ഉണ്ടാകൂ. നേരിട്ട് വരാൻ പറ്റിയില്ലെങ്കിലും വേറെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തെളിച്ച് പറയണ്ട കുട്ടാ, പറ. കണ്ണിനാണോ അതോ വേറെ എവിടെങ്കിലും ആണോ കുളിർമ ഉണ്ടാവുന്നതെന്ന് അത് അവര് തീരുമാനിച്ചുള്ളൂ, നമുക്ക് തീരുമാനിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ റൂൾ നമ്പർ 1 ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ കണ്ട എന്റെ ചുണ്ടെല്ലാം പൊട്ടി, കാലാവസ്ഥയുടെ ആണോ നോക്കുന്നത്, ചുണ്ട് പൊട്ടിയിരിക്കുവാണ്. ചേച്ചിയുടെ ചുണ്ട് പൊട്ടി ഇരിക്കുകയാണെന്നാണ്. ആക്ച്വലി അത് മുന്നോടിയാണ്, വേറെ കുറച്ച് പരിപാടികൾക്കുള്ള മുന്നോടിയാണ്. ഈ ചുണ്ട് പൊട്ടി എന്നും പറഞ്ഞ് ചുണ്ടിനകത്തിട്ട് 2 കിണ്ടലുണ്ട്, 2 റൊട്ടേഷൻ ഉണ്ട്. റൊട്ടേഷൻ നോക്കിയിട്ടുണ്ട് ഇളക്ക്. അയ്യോ, അത് ചെയ്യാൻ വേണ്ടിട്ട് ആദ്യമേ കാണിച്ചതാ, മനസ്സിലായ? ഈ ഡ്രസ് അടിപൊളിയാണ്. ദുബായിലാണ് ആസ്വദിക്കാൻ വേണ്ടി. നിങ്ങളെ ശ്രദ്ധിച്ചാ മേപ്പോട്ട് പൊക്കിയിട്ട് താപ്പോട്ടിട്ടത്. നീ എന്തിനാണ് കുനിഞ്ഞത്? അത് നിവരാൻ വേണ്ടി കുനിഞ്ഞതാണ് സാർ എന്ന് പറയുന്ന പരിപാടിയാണ്. മിന്നണ സാരി എടുത്തോണ്ടോ മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. ഓ, മേപ്പോട്ട് പൊക്കിയിട്ടെങ്കിൽ പിന്നെ എന്തിനാണ് താപ്പോട്ടാക്കിയത്? അത് താപ്പോട്ടാക്കാൻ വേണ്ടി മേപ്പോട്ട് പൊക്കിയതാണ്. ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ്. ഓക്കെ, വേറെന്താണ്? റൂൾ നമ്പർ 2, ലൈവ് തുടങ്ങുമ്പോൾ തന്നെ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ച് മാറ്റി ഇടണം. അത് മസ്റ്റാണ്. തുടങ്ങുന്നതിന് മുമ്പ് സമയം ആവശ്യം പോലെ ഉണ്ടെങ്കിലും ലൈവ് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു കലാപരിപാടികൾ ചെയ്യാവൂ. നമ്മൾ ഏത് പരിപാടിക്ക് ഇറങ്ങുമ്പോഴും വ്യക്തമായൊരു പ്ലാനിങ് ഉണ്ടാവണം. അതുപോലെ ഞങ്ങൾ അങ്ങനെയാ.
എന്നാലേ ഞരമ്പം കുഞ്ഞുങ്ങൾ എൻഗേജ്ഡ് ആവും. ചേച്ചി ഇപ്പോൾ എന്തെങ്കിലും കാണിക്കും എന്നുള്ളൊരു സിഗ്നൽ കൂടിയാണ് അത്. പ്രത്യേകിച്ച് ഒരു കാരണങ്ങളില്ലെങ്കിലും ഇങ്ങനെ കുഞ്ഞു നിന്നെ സംസാരിക്കും. അതാണ് അടുത്ത നിയമം. ഒരു കൈവതം നാറ്റുകരുത്. സാധാരണ ലൈവും ഇങ്ങനെയുള്ള ലൈവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസവും ഇത് തന്നെയാണ്. സാധാരണ ലൈവിൽ നമ്മുടെ മുഖം മാത്രമായിരിക്കും ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇങ്ങനെയുള്ള ലൈവുകളിൽ നമ്മുടെ മുഖം ഒഴിച്ച് ബാക്കിയെല്ലാം നല്ല രീതിയിൽ അവർ പ്രദർശിപ്പിക്കുന്നതാണ് ഗൈസ്. ഒരുപാട് പേര് ഇപ്പം ഞാൻ തുണി പറിച്ച് ഊരി കാണിച്ചിട്ട് ഒരുപാട് പേര് എൻ്റെ ലൈവിലോ അല്ലെ എൻ്റെ സബ്സ്ക്രിപ്ഷനോ കയറണമെന്നില്ല. ഉള്ളവർ മതി. എന്ത് തെമ്മാടിത്തരവാടാ നീയൊക്കെ പറയുന്നേ? രേണുവിന് അങ്ങനെ തുണി പറിച്ചിട്ട് സബ്സ്ക്രിപ്ഷനകത്ത് ആളെ കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കുടുംബത്തിൽ പറഞ്ഞ വെങ്കൊച്ച ഇത്രയും സെൽസ്വഭാവികയും ഇത്രയും കുടുംബത്തിൽ പറഞ്ഞ തഗ്നിമണിയായിട്ടുള്ള വേറൊരു സ്ത്രീ ഉണ്ടോ എന്ന് സംശയമാണ്. എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? നല്ല തറവാട്ടുകാരാ, ദാനധർമ്മികളാ. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. ഇത് പറയുമ്പോഴും തുണി പിടിച്ച് താക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചായിരുന്നോ? ഇതാണ് കുടുംബത്തിൽ പറഞ്ഞ രേണു. ഇത് പറഞ്ഞിട്ട് ഇതിന്റെ ബാക്കി നിങ്ങളൊന്ന് കാണണം. കണ്ടിട്ട് എനിക്ക് തന്നെ തൊലിയുരിയുന്ന കോപ്പ്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. കുറച്ചു മുമ്പേ പറഞ്ഞതേ ഉള്ളൂ തുണി പറിച്ചിട്ട് ആളെ കയറ്റേണ്ട ആവശ്യമില്ലെന്ന്. ആ പറഞ്ഞു തീർന്നിട്ട് നാക്കുന്ന വായിലോട്ട് ഇടാൻ പോലും സമ്മതിക്കില്ല. അതിനു മുമ്പേ ഭയങ്കര ടൈറ്റാടേ, അതുകൊണ്ടൊന്ന് ലൂസാക്കി വിട്ടതാ കേട്ടോ. തെറ്റിദ്ധരിക്കില്ല നിങ്ങളാരും. ഇവിടം തൊട്ടാണ് മെയിൻ. എനിക്കിതൊന്നും കാണണ്ടായി. ഓക്കെ ബൈ. ബൈ. പൊക്കോ പോന്നില്ലേ? അതപ്പത്തന്നൊക്കെ പറഞ്ഞ അതിന്റെ അങ്ങേ അറ്റ അട്ടോല ബാക്കി വെക്കാൻ പറ്റൂല. നാക്കിട്ടുള്ള ഒരു പരിപാടിയാ. ഇതിലും ഭേദം തുണി പറിക്കുന്നതായിരുന്നു രേണു. ഇതിപ്പോ അതൊന്നും വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ഇൻസ്റ്റാഗ്രാമിന്റെ സബ്സ്ക്രിപ്ഷനിൽ ഇതൊക്കെ പറ്റത്തുള്ളൂ. ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് ഇങ്ങനെ പറിക്കുന്നതിന്. അല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കത്തില്ല. വേറെ ലെവലിലോട്ട് സാരി കാര്യങ്ങൾ പോയേനെ. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ ഐ സീ. യെസ്, ഐ ആം ഇൻ ദി സീ. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പെടാപ്പാടാണ് ഗൈസ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭർത്താവ് മരിച്ച 2 കുട്ടികളുള്ള ഒരു യുവതിയുടെ പെടാപ്പാട്. വല്ലാത്തൊരു പെടാപ്പാട് തന്നെ. ഹായ്. താങ്ക് യു. താങ്ക് യു. കടിക്കല്ലേ, മുറിഞ്ഞിരിക്കുക പോലെ പോയിരിക്കുക. അവിടെ വരണ്ട് മെസ്സേജ് അയച്ച് കടിക്കാൻ തോന്നുന്നു. അതുകൊണ്ടാ പറഞ്ഞേ കടിക്കല്ലേ മുറിഞ്ഞിരിക്കുവാണെന്ന്. മനസ്സിലായ? അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ആ മറുപടി അവർക്കുള്ളതാ. കണ്ടിട്ട് കടിക്കാൻ തോന്നുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഇതിന്റെ ബാക്കി എന്താണെങ്കിലും ഇവിടെ വെക്കാൻ പറ്റത്തില്ല. ഇതിനേക്കാളും പച്ചവരാതവാ. ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ചാനൽ പിന്നെ തുണ്ട് ചാനലായിട്ട് പ്രഖ്യാപിക്കേണ്ടി വരും ഗൈസ്. ഈ ഐറ്റം ഒക്കെ എടുത്ത് പുറത്തു വിടുന്നത് മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറഞ്ഞൊരുത്തുണ്ട്. അവൻ ഇവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് ഇവരിമാതിരി അപരാധങ്ങൾ കാണിക്കുക. യവൻ ഇത് പോയി സ്ക്രീൻ റെക്കോർഡ് ചെയ്തങ്ങ് പുറത്തു വിടും. എന്റെ ബലമായ സംശയം യവൻ രേണുവിന്റെ PR ആണോ എന്നുള്ളതാണ്. കാര്യം ഇമാതിരി അപരാധങ്ങൾ കാണുമ്പോൾ കുറെ ഞരമ്പന്മാരും കൂടെ പോയി സബ്സ്ക്രൈബ് ചെയ്യും. ഇതുകൊണ്ട് രേണുവിന് ഗുണം മാത്രമേ ഉള്ളന്നേ. എന്താണെങ്കിലും മനുവിനെതിരെയൊക്കെയാണെന്ന് തോന്നുന്നു രേണു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. ഹലോ നമസ്കാരം, രേണുസുതിയാണ്. രേണുസുതിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. മനുവേടാ, നീ ആസ്വദിച്ചോടാ. നീ രേണുസുതിയുടെ ആസ്വദിച്ചിട്ടില്ല എടുത്ത് പുറത്തു വിടും. എന്നാണോ ഇല്ലാത്തവനെ? കഷ്ടമുണ്ട് കേട്ടോ. നീരുന്ന് ആസ്വദിച്ചിട്ട് നീ ഇങ്ങനെ ഒന്ന് പുറത്തൊന്നും വിടരുത്. ഇതൊക്കെ ഞാനിതടിച്ചതേ എന്റെ ആത്മാവിന്റെ മുറി ഉണക്കാനായിട്ടാണ്. എന്തിന്റെ ആത്മാവിന്റെ? ആസ്വദിക്കുന്നതിനും ഭേദം സബ്ജക്റ്റ് ചാടിച്ചാവുന്നതാ. അയ്യോ, സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല. ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തതല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്. മനസ്സിലായി? ഒരുപാട് നാളായി ലൈവ് പോയിട്ട് അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിട്ടുള്ളത്. ഏതാണെങ്കിലും ഏത് നാറിയാണേലും എടാ നാണം കെട്ട നാറികളെ, ഇതൊക്കെയാണോ നിന്റെ പരിപാടി? മനുവേ നിന്നേടാ
നിന്നെ വിളിച്ചേ. നാണം ഉണ്ടോടാ നിനക്ക്? ചേച്ചിയുടെ സാധനം ഒരു നാസ്ത വെച്ചിട്ടെടുത്ത് പുറത്തുവിടാൻ ലേശം ഉളുപ്പ്. കഷ്ടം തന്നെ കേട്ടോ. ഇവനൊക്കെ കാരണം ചേച്ചിക്ക് മനസ്സമാധാനം ഉണ്ടോ തുണി പറിക്കാൻ പറ്റാത്ത അവസ്ഥയായി വരുവാണല്ലോ. നല്ല പിള്ളാരാണ്. പോക്കിള് തീർത്ത് പുഷ്ടിക്കായിരുന്നു. നാണമില്ലാത്ത നാറികളെ. എടാ എന്റെ ചുണ്ട് നിങ്ങൾ നോക്ക്. ഇത് കണ്ട, ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്. നിങ്ങളുടെ ഇങ്ങനെ കാണിച്ചു തന്നത് മനസ്സിലായോ? അയ്യോ, അതങ്ങനൊന്നും അല്ല കാണിച്ചത്. ഇവിടുന്ന് തുടങ്ങും, ഇവിടുന്ന് നക്കാൻ തുടങ്ങും. നക്കി നക്കി ഇങ്ങനെ വന്ന് ഇങ്ങനെ 2 റൗണ്ട് അടിച്ചൊരു 10-15 വട്ടം ആ വീഡിയോക്കകത്ത് നക്കുന്നുണ്ടായിരുന്നു. ചുണ്ട് പൊട്ടുന്നവരൊക്കെ ഇങ്ങനെ നക്കിയാണോ പഠിക്കുന്നത്? അത് നമുക്കെടുത്ത് ഇവിടെ വെക്കാൻ പറ്റൂല. യൂട്യൂബ് എന്നെയും കൂടെ എടുത്ത് വെളിയിൽ കളയും അതെടുത്ത് വെച്ച് കഴിഞ്ഞാല്. അമ്മാതിരി അപരാധമാണ് അതിനകത്ത് കാണിച്ച ലൈവിനകത്ത്. എന്നിട്ട് വന്നിട്ട് കണ്ണുപൊട്ടുന്ന നുണയാണ് ഈ കൊള്ളയിരുന്ന് പറയുന്നത്. ചുണ്ട് പൊട്ടിയോണ്ടാണെന്ന്. നിനക്ക് ഗുരു കൊണ്ടുപോകൂടാ. ണയല്ല എന്റെ ചേച്ചി. സത്യത്തിൽ ചേച്ചിക്ക് ചേർന്ന പേര് രേണു ഒന്നും ആയിരുന്നില്ല, പതിവ്രത എന്നായിരുന്നു. കാരണം അമ്മാതിരി പതിവ്രത ചാർമയിലാണ് സാധാരണ വീഡിയോകളിൽ. ലൈവിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ പതി ഇല്ലാത്ത വൃതയാവും. അബോർഷൻ കേസാണ്, അതൊക്കെ വരട്ടെ. പെണ്ണാണെങ്കിൽ അങ്ങനെയൊക്കെ ആവും. എന്തെങ്കിലും അതായത് ഇവർക്കൊക്കെ എന്താ ഈ പറയുന്നവർക്ക് ആർക്കെങ്കിലും എന്തോ പ്രശ്നം? ഈ പറയുന്നവനൊക്കെയാണോ ഉത്തരവാദികൾ? അല്ലല്ലോ. പോകാൻ പറ, അത്രേ ഉള്ളൂ രേണു സുധി, മനസ്സിലായോ? പോകാൻ പറ. നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തില്ല? സബ്ബില് ഞാൻ ഇനിയും ലൈവ് പോകും. എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാതിരിക്കാൻ പറ്റത്തില്ല. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ. ഞാൻ എന്റെ ബലമായ സംശയം എവര് തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് തോന്നുന്നു. പരസ്യമായിട്ടുള്ള വെല്ലുവിളിയാ. നീയൊക്കെ കാണിച്ചോടെ, ഞാൻ കാണിക്കും, ഇനിയും കാണിക്കും. പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഞാൻ കാണിക്കും. ചേച്ചി രണ്ടും കൽപ്പിച്ചാണ് ഗൈസ്. ഇത് കഴിഞ്ഞ് ചേച്ചി താണ്ട് ഇന്ന് ഇങ്ങനെ ഒരു സ്റ്റോറിയും ഇട്ടിട്ടുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ് എവിടെ ഇരിക്കാൻ നോക്കിയേ, എന്തരാണോ എന്തോ. അത് കഴിഞ്ഞിട്ട് വേറൊരു ലൈവും കൂടെ, ചെറിയൊരു ലൈവും കൂടെ വന്നിട്ടുണ്ട്. അതുകൂടെ നമുക്കൊന്ന് കാണാം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഭയങ്കര സുഖമായിട്ട് ഇരിക്കുന്നു. ചേച്ചി ഉണ്ടായതുകൊണ്ട് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു. ഒഴിച്ചില്ലേ, ഞാൻ വെച്ച് വെള്ളം ഇങ്ങനെ ദേഹത്തോട്ട് ഇങ്ങനെ ഒഴിക്കുമായിരിക്കുന്നു. അതാണല്ലോ അതിന്റെ ഒരു മൊറ. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ എല്ലാവരും നല്ല ആരോഗ്യത്തോടും ഹാപ്പി ആയിട്ട് ഇരിക്കുക. എല്ലാം ചേച്ചിയുടെ അനുഗ്രഹം. ചേച്ചിയുടെ നരമ്പ കുഞ്ഞുങ്ങളെല്ലാം നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ലൈവിൽ വരാത്തതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. അയ്യോ, അങ്ങനെ പറയില്ലേ ചേച്ചി. എല്ലാവരും ഇപ്പൊ കണ്ണിൽ എണ്ണ ഒഴിച്ച്, കണ്ണിലല്ല കാത്തിരിക്കുമായിരിക്കും ചേച്ചി ലൈവ് വരാത്തോണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചേച്ചി വന്ന് നരമ്പ കുഞ്ഞുങ്ങളെ ഒന്ന് പ്രീതിപ്പെടുത്തണം, അല്ലെങ്കിൽ അവര് വിഷമിച്ച് പണ്ടാരും അടങ്ങി പോകും. പൈസ മേടിക്കുന്നതല്ലയോ, അപ്പൊ ഒന്ന് വന്ന് ദർശനം കൊടുത്തിട്ട് പോവാം കേട്ടോ. ഞാൻ ലൈവിൽ വരുന്നതായിരിക്കും. കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയാ, ഇതിനെന്തിനാണ് ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഇങ്ങനെ? ഇതെന്ത് ലൈവ് അല്ലേ? അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ ആണല്ലോ. നേരത്തെ പറഞ്ഞ റൂൾ നമ്പർ 1 ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡ്രസ്സ് നമുക്ക് എത്രമാത്രം സമയം ഉണ്ടെങ്കിൽ ലൈവിൽ വന്ന് ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചെടുത്തോളൂ. അതതിന്റെ ഒരു റൂളാണ്. ലൈവ് ലീക്ക് ആക്കുന്ന കുറച്ച് പേര് ഇതിനകത്തുണ്ട്. എനിക്കതൊന്നും വിഷയമല്ല. എന്നെ ഒരു വിഷയമില്ല അതൊന്നും. ചേച്ചിയുടെ ലൈവ് അല്ല, ഇനി എന്ത് ലീക്കായാലും ചേച്ചിക്ക് മാർക്കറ്റ് കൂടുന്നല്ലാതെ ഗുണമല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. പിന്നല്ല, വിഷയമല്ല. എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ലൈവിൽ വരും. സോ ഐ ലവ് യു. ഈ സ്നേഹിക്കുന്നവർ എന്ന് മാത്രം പറയരുത്, സ്നേഹിക്കുന്ന ഞരമ്പന്മാർ എന്ന് എടുത്തു പറയണം. ചേച്ചിയുടെ ഞരമ്പൻ കുഞ്ഞുങ്ങൾ യവന്മാര് അൾട്രാ പ്രോമാക്സ് ഞരമ്പന്മാരായിരിക്കും. കോഴി മുട്ടയിടുന്നത് വരെ കണ്ട് സൂം പിടിക്കുന്നവന്മാരായിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ലൈവിലേക്കൊക്കെ പോയി ഇരിക്കൂടെ ആരെങ്കിലും ഒക്കെ. ഈ വീഡിയോ കൂടെ കണ്ട് 2 സബ്സ്ക്രിപ്ഷനോടെ ചേച്ചിക്ക് അധികം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, സന്തോഷം. 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പെടാപ്പാടല്ലയോ. നമുക്കും ഒരു കോൺട്രിബ്യൂഷൻ രേണുവിൻ്റെ അപരാധത്തിലേക്ക്. അങ്ങനെ മാത്രം നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ മതി ഗൈസ്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ കമന്റ് വേറെ ഇടുന്നത്. ശരി, ബൈ. കണ്ടില്ലേ, താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ചില മാസങ്ങളിൽ 2 വരെ പോവും. അതേത് മാസം? ഏപ്രിൽ. എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.
അറിയേ രമ്മേരാട്ടുകുട്ടി മണി എന്റെ അമ്മേരെ സോപ്പ് പട്ടി അറിയേ രമ്മേരാട്ടുകുട്ടി മണി എന്റെ അമ്മേരെ സോപ്പ് പട്ടി കാട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന് കുട്ടപ്പട്ടി